ഖാലിസ്ഥാൻ ഭീകരൻ ഗുർപത്വന്ത് സിംഗ് പന്നുവിനെ അമേരിക്കയിൽ വെച്ച് വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ കുറ്റാരോപിതനായ നിഖിൽ ഗുപ്തയുടെ അഭിഭാഷകർ സമർപ്പിച്ച ഹർജിയിൽ പ്രതികരിക്കാൻ ഫെഡറൽ സർക്കാരിനോട് അമേരിക്കൻ കോടതി. ഗൂഢാലോചന കേസിൽ ഗുപ്തയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ സംബന്ധിച്ച വിവരങ്ങളാണ് അഭിഭാഷകർ തേടിയിട്ടുള്ളത്. 52-കാരനായ ഗുപ്തയെ US അധികൃതരുടെ നിർദ്ദേശപ്രകാരം 2023 ജൂണിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ഏകാന്ത തടവറയിലാണ് ഗുപ്തയെ പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം നിഖിൽ ഗുപ്തയ്ക്ക് കോൺസുലർ പ്രവേശനവും നിയമസഹായവും ആവശ്യപ്പെട്ട് കുടുംബം സമർപ്പിച്ച ഹർജി ഈ മാസം സുപ്രീം കോടതി തള്ളിയിരുന്നു. വിഷയം സെൻസിറ്റീവാണെന്നും അതിലിടപെടാൻ കോടതിക്ക് പരിമിതികളുണ്ടെന്നും വിദേശ കോടതിയുടെ അധികാരപരിധി മാനിക്കണമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗുപ്തയുടെ കുടുംബം നേരത്തെയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഗുപ്തയുടെ കുടുംബത്തിലൊരാൾ നൽകിയ ഹർജിയിൽ ഗുപ്തയുടെ അറസ്റ്റ് നിയമവിരുദ്ധമായിരുന്നുവെന്നും നിയമം അനുസരിക്കുന്ന പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവനിൽ ആശങ്കയുണ്ടെന്നും പറഞ്ഞിരുന്നു. മനുഷ്യാവകാശ ലംഘനം, നിയമവിരുദ്ധമായ തടങ്കൽ, മതപരമായ അവകാശ നിഷേധം, ചെക്ക് അധികൃതരും US-ഉം ചേർന്ന് തടങ്കലിൽ വയ്ക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ ഗുപ്തയുടെ അറസ്റ്റും തടങ്കലും സംബന്ധിച്ച് ചെക്ക് അധികാരികൾ ഇന്ത്യൻ എംബസിക്കോ ചെക്ക് റിപ്പബ്ലിക്കിലെയോ ഇന്ത്യൻ അധികാരികളോടോ ഒരു കത്തിടപാടുകളും നടത്തിയിട്ടില്ലെന്നും കുടുംബം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.